ഹേയ്, നിങ്ങൾ എന്താ അവിടെ നിന്ന് നോക്കുന്നത്? ജിംബു, അത് പിന്നെ ഞങ്ങൾ ഇതിൽ പാമ്പുണ്ട് എന്ന് നോക്കുകയാണ്. നീയല്ലേ പറഞ്ഞത് പാമ്പിപ്പോൾ പുറത്തേക്ക് വരുമെന്ന്? ഞങ്ങൾ അതും വരുന്നത് നോക്കി നിൽക്കുകയാണ്. അയ്യോ, നിങ്ങൾ അങ്ങോട്ടേക്ക് നോക്കി നിൽക്കണ്ട. ആ പാമ്പിനെങ്ങാൻ ദേഷ്യം പിടിച്ചാൽ പിന്നെ അതിന്റെ കയ്യിൽ നിന്നും മാണിക്യം എടുക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളൊക്കെ കുറച്ച് ഇങ്ങോട്ട് മാറി നിൽക്ക്. ഞാനൊന്ന് നോക്കട്ടെ അതെന്ത് ചെയ്യുകയാണെന്ന്. ശരി ജിംബു, എന്നാ നീ വേഗം എന്താന്ന് വെച്ചാ ചെയ്. ആ പാമ്പിനെ ഇവിടെയെങ്ങും കാണുന്നില്ലല്ലോ. കാണുന്നില്ലേ? പിന്നെ അത് എവിടെ പോയി? അത് ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. ഈ കിണർ തന്നെയാണ് അത് വേണ്ടത്, വേറെ എവിടേക്കും അത് പോകില്ല. പിന്നെ അത് എവിടെ പോയി? നീ ഒന്നും കൂടെ സൂക്ഷിച്ചു നോക്ക്, അവിടെ തന്നെ ഉണ്ടാകും. ഞാൻ നോക്കുന്നുണ്ട്, പക്ഷേ അതാ മാണിക്കവും കൊണ്ട് കല്ലിന്റെ ഉള്ളിലാണുള്ളത്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക ജിംബു? ആ പാമ്പിനെ എങ്ങനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക? ഒരു കാര്യം ചെയ്യാം. നിലത്തിൽ നിന്ന് നിങ്ങൾ കുറെ കല്ല് പെറുക്ക്, ആ കല്ലെടുത്തിട്ട് ഈ കിണറ്റിലിട്. കല്ലെടുത്ത് കിണറ്റിലിട്ടാൽ പാമ്പ് തീർച്ചയായും മുകളിലോട്ട് കയറി വരും. അത് നല്ല ഐഡിയ. എങ്കിൽ വേഗം കല്ല് പെറുക്കി താഴോട്ടേക്കിട്. എടാ ഉസ്മാനെ, കല്ലെറിയലിൽ നീയല്ലേ ബെസ്റ്റ്. നീ വേഗം കുറച്ച് കല്ലെടുത്ത് താഴോട്ടേക്കിട്. അതെ, വേഗം ചെയ്യടാ. നമ്മൾ ഇപ്പൊ ശരിയാക്കി തരാം. എടാ ഒന്ന് വേഗം നോക്കടാ. തിരക്കാക്കല്ലടി, നമ്മൾ കല്ലെടുക്കട്ടെ. ദാ പിങ്കി മോളെ, കല്ല് കിട്ടി. ഇനി നമ്മൾ അതിൽ അറിയട്ടെ ഇത്. വേഗം എറിഞ്ഞോളൂ. അമ്മോ, നമുക്ക് പേടിയാവുന്നു. ഇനിയെങ്ങാ പാമ്പ് വന്ന് നമ്മളെ ഉപദ്രവിക്കുമോ? അതെന്തിനാടാ പാമ്പ് വന്ന് നിന്നെ മാത്രം ഉപദ്രവിക്കുന്നത്? ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളെയും കൂടി ഉപദ്രവിക്കില്ലേ? അതിന് നിങ്ങളാരും കല്ലെറിഞ്ഞില്ലല്ലോ, നമ്മളല്ലേ കല്ലെറിഞ്ഞുള്ളൂ. അതുകൊണ്ട് രാത്രി പാമ്പ് വന്ന് നമ്മളെ ഉപദ്രവിക്കും. എനിക്ക് പേടിയാവുന്നു. ഹേയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ അങ്ങോട്ട് മാറി നിൽക്ക്, ഞാൻ ആ പാമ്പ് വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ. എന്താ ജിംബു, എന്തെങ്കിലും നീ കാണുന്നുണ്ടോ? ഉണ്ട്. ആ പാമ്പ് മുകളിലോട്ട് കയറി വരുന്നുണ്ട്. എന്ത്, കയറി വരുന്നുണ്ടെന്നോ? അയ്യോ, ഇനിയിപ്പോ എന്താ ചെയ്യുക? നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? പാമ്പ് കയറി വരാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ കല്ലെറിഞ്ഞത്. ശരിയാണ്, പക്ഷേ പാമ്പ് വരുന്നുണ്ടെന്ന് കേട്ടപ്പോൾ ഒരു പേടി. പേടിക്കണ്ട, നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പോവുകയാണ്. ആ പാമ്പ് മുകളിലോട്ട് കയറി വന്നാൽ അതിന്റെ പത്തിക്കുള്ളിൽ തീർച്ചയായും ആ നാഗമാണിക്യം ഉണ്ടാകും. നിങ്ങൾ ആരെങ്കിലും ആ നാഗമാണിക്യം വേഗം എടുക്കണം. അയ്യോ, എന്ത് പറ്റി? അതല്ല ജിംബു, ആ പാമ്പിന്റെ കയ്യിൽ നിന്ന് ആരാണ് നാഗമാണിക്യം എടുക്കുക? എനിക്ക് പേടിയാണ്. ദേ, ഈ ഉസ്മാന് നല്ല ധൈര്യമാണ്, അവൻ എടുത്തോട്ടെ. എന്ത്, ഞമ്മളോ? അനക്കെന്താ പിരാന്ത് പിടിച്ച പിങ്കി മോളെ? ഞമ്മളൊന്നും എടുക്കൂല, നമുക്ക് പേടിയാണ്. വേണമെങ്കിൽ ഈ കുഞ്ഞാവ എടുത്തോട്ടെ. ആഹാ, കൊള്ളാലോ നിന്റെ ബുദ്ധി. ഒന്ന് പോടാ അവിടുന്ന്, ഞാനങ്ങും എടുക്കില്ല. എന്നാ പിന്നെ കുഞ്ഞാറ്റ എടുത്തോട്ടെ. ഹമ്പട കേമ, ഞാനും എടുക്കില്ല. അപ്പൊ പിന്നെ ആരെ എടുക്കുക? ദേ, ആ പാമ്പ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വരും. നിങ്ങൾ ആരെങ്കിലും ഒന്ന് വേഗം തീരുമാനിക്കേ, ആരാണ് നാഗമാണിക്യം എടുക്കുക? ജിംബു, ഇവരാരും എടുക്കില്ല, ഞാൻ തന്നെ എടുക്കേണ്ടി വരും. പക്ഷേ എനിക്ക് പേടിയാണ്. പിങ്കി മോളെ, പാമ്പ് മുകളിലോട്ട് കയറി വന്നാൽ അത് നിന്നെ ഒന്നും ചെയ്യില്ല. എന്നെ ഇവിടെ കണ്ടാൽ അതിന് പേടിയാണ്. നീ ധൈര്യത്തിൽ ആ മാണിക്യം എടുത്ത് തന്നാൽ മാത്രം മതി. നിനക്കത് എടുക്കാൻ പറ്റുമോ? ജിംബു, നിനക്ക് വേണ്ടിയിട്ടല്ലേ, ഞാൻ ചെയ്യാം. ശരി, എങ്കിൽ നിങ്ങൾ കുറച്ച് പുറകിലോട്ട് മാറി നിൽക്ക്, അതിപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വരും. അയ്യോ, പാമ്പ് വന്നു. അയ്യോ, ഓടിക്കോ, ദേ പാമ്പ് ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അല്ലോ, നമ്മളെ രക്ഷിക്കേ. ജിംബു, നീ എന്തെങ്കിലും ഒന്ന് വേഗം ചെയ്, പാമ്പ് ഇങ്ങോട്ടേക്ക് വരുന്നു. ജിംബൂബാ, നിൽക്കട പാമ്പേ അവിടെ തന്നെ. രക്ഷപ്പെട്ടു, പാമ്പ് അവിടെ നിന്ന് പിടക്കുന്നേ ഉള്ളൂ, ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഇനി വേഗം ഞാൻ പറഞ്ഞ പണി നിങ്ങൾ ചെയ്. പിങ്കി മോളെ, വേഗം വന്നാ മാണിക്യം എടുക്ക്. അതിനതെവിടെ? ഞാൻ കാണുന്നില്ലല്ലോ. അതതിന്റെ തലയിലുണ്ടാകും. എന്നിട്ട് എവിടെ ജിംബു? ഞാൻ കാണുന്നില്ല. ഒരു കാര്യം
ഈ മാണിക്കത്തിന്റെ തിളക്കം കണ്ടോ? ഇത് എത്ര വിലപ്പെട്ടതാണെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്കിതിനെ പറ്റി ഒന്നും അറിയില്ല ജിംബു. നീ ഈ മാണിക്യം എന്റെ കയ്യിൽ നിന്ന് തിരിച്ചു വാങ്ങ്. ശരി, ഇങ്ങോട്ട് താഴെ. എനിക്ക് എത്ര വേഗം എന്റെ യജമാനന്റെ അടുത്തെത്തണം. ഈ മാണിക്യം തിരികെ യജമാനനെ ഏൽപ്പിക്കണം. അയ്യോ ജിംബു, അപ്പൊ നീ പോവുകയാണോ? ഞാൻ പോയാലും എന്താ പിങ്കിമോളെ, നിങ്ങൾക്ക് എപ്പോ ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് എത്തില്ലേ? എന്നാലും ജിംബു, നിനക്ക് ഇപ്പൊ തന്നെ പോകണോ? പോകണം, എനിക്ക് തിരിച്ച് എത്രയും വേഗം പോകണം. അല്ലെങ്കിൽ ഈ മാണിക്യത്തിന്റെ ശക്തി മുഴുവൻ നഷ്ടപ്പെടും. പിന്നെ ഇതെന്റെ യജമാനൻ കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല. അങ്ങനെയായാൽ ആ യജമാനൻ എന്നെ ഉപദ്രവിക്കും, വീണ്ടും എന്നെ അടിച്ച് കുപ്പിയിലിടും. അതുകൊണ്ട് എത്ര വേഗം എനിക്ക് ഇവിടെ നിന്നും പോകണം. എന്നാലും ജിംബു, നീ പോവുകയാണെന്ന് പറയുമ്പോൾ എനിക്ക് നല്ല വിഷമുണ്ട്. ഞങ്ങൾക്കും. സാരമില്ല, നിങ്ങൾ എന്തിനെങ്കിലും വിഷമിക്കുന്നത്? നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്നെ വിളിക്കാമെന്ന് ഞാൻ പറഞ്ഞില്ലേ? എനിക്ക് നിങ്ങളോട് കൂടുതൽ സമയം സംസാരിക്കാൻ നേരമില്ല. ഞാൻ പോവുകയാണ് പിങ്കിമോളെ, ഞാൻ പോവുകയാണ്. നമുക്ക് പിന്നെ കാണാം. പോക്ക് നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ എന്നാ പോട്. ശരി. പാവം ജിംബു, അവന് പോകൽ നിർബന്ധമായത് കൊണ്ടാണ് പോയത്. അല്ലെങ്കിൽ അവൻ നമ്മളെ വിട്ട് പോകില്ലായിരുന്നു. ശരിയാണ്. എന്താണെങ്കിലും സാരമില്ല, നമുക്ക് അവനൊരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റിയല്ലോ, അത് തന്നെ വലിയ കാര്യം. അതെ അതെ, നീ പറഞ്ഞത് ശരിയാണ് പിങ്കിമോളെ. ഇനി നമുക്ക് വീട്ടിലേക്ക് പോയിക്കൂടെ? സമയം ഒരുപാട് വൈകിയില്ലേ? വീട്ടിൽ നിന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ടാകും. എങ്കിൽ വേഗം പോകാം.